ഇന്ന് ഈശോയുടെ ധനഹാ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്ന് വായിച്ച കേട്ട സുവിശേഷ ഭാഗത്തിൽ നമ്മൾ രണ്ടുപേരെ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട്. ഒന്ന് സ്നാപക യോഹന്നാനും, രണ്ട് ക്രിസ്തുവാണ്. ഒന്ന് ഈ ലോകത്തിലേക്ക് പ്രകാശമായി വരുന്ന ഈശോയ്ക്ക് ശബ്ദമായി മുന്നേ വരുന്ന ഒരു സ്നാപക യോഹന്നാൻ. രണ്ട്, ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. ഇവർ രണ്ടുപേരുടെയും ഒരു ഫിഗർ വെറുതെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ സ്നാപക യോഹന്നാന്റെ ഫിഗറിൽ നിന്ന് എൻ്റയർലി ഡിഫറെന്റ് ആണ് ശരിക്കും ഈശോയുടെ ഫിഗർ. കാരണം സ്നാപക യോഹന്നാൻ ശരിക്കും ഒരു താപസനായിട്ട് ഈ വെട്ടുകിളിയും കാട്ടുതേനൊക്കെ കഴിച്ച് ഒരു താപസ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുവൻ. പക്ഷെ യേശുക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു താപസ ചിത്രം നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റണില്ല. പക്ഷേ ഇവര് തമ്മിൽ ശരിക്കും മനസ്സുകൊണ്ട് ഒന്നാണെന്നുള്ളതാണ്. കാരണം സ്നാപക യോഹന്നാൻ ആദ്യം പറയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, അവന്റെ കുനിഞ്ഞവന്റെ കാലിലെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഒരു എളിമയുടെ മനോഭാവം ഉണ്ടെന്നുള്ളത്. ക്രിസ്തുവിന് ഇതേ മനോഭാവം ഉണ്ടെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ രക്ഷകനായവൻ ഈ യോഹന്നാന്റെ മുമ്പിൽ മുട്ടുകുത്താനും അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനും അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തുവിന്റെ എളിമയുടെ മനോഭാവം. അപ്പോ എല്ലാറ്റിന്റെയും ബാഹ്യമോടിക്കപ്പുറത്തേക്ക് ഹൃദയത്തിന്റെ ഉള്ളിലെ ഏറ്റവും നല്ല ആത്മീയതയുടെ ദർശനം എന്ന് പറയുന്നത് എളിമയുടെ മനസ്സുണ്ടാവും എന്നുള്ളതാണ്. എത്ര വളർന്നോ അത്രമാത്രം എളിമപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രകൃതി പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിറവുള്ള മരങ്ങൾ, ഇപ്പോ മാവില് മാങ്ങ ഉണ്ടാവും തോറും അത് ഭൂമിയിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങുന്നു. ഫലങ്ങൾ വർദ്ധിക്കും തോറും ഓരോ മരവും പതിയെ പതിയെ താഴേക്കാവുന്നു. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം എളിമപ്പെടാൻ ദൈവം കൃപ തരട്ടെ. താണ നിരത്തെ നീരോട് അവിടെ ദൈവം തുണ ചെയ്യും.